വിഴിഞ്ഞ മോഹരി കൈമാറ്റത്തിലും ദിവ്യ എസ് അയ്യരുടെ സ്ഥാനമാറ്റത്തിലും CPM-ലെ ഭിന്നത പുറത്തുവരുന്നു. ദിവ്യ എസ് അയ്യരെ അനുകൂലിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നടത്തിയ പ്രസ്താവനയെ പരോക്ഷമായി തള്ളി EP ജയരാജനും കെ ശൈലജയും രംഗത്ത് വന്നതിന് പിന്നാലെ PK ശ്രീമതിയും സമാന അഭിപ്രായവുമായി രംഗത്ത് വന്നു. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിയിലെ എല്ലാവരും ഒരേ തട്ടിലെന്ന് AK ബാലനും പ്രതികരിച്ചു. ജനങ്ങൾ അറിയാതെ, സർക്കാർ അറിയാതെ ഏതോ തലത്തിലാണ് ഓഹരി വിൽപ്പന നടന്നത്. വിഷയത്തിൽ വ്യക്തത ഉണ്ടാകണമെന്നും AK ബാലൻ പ്രതികരിച്ചു. അതിൻ്റെ അകത്ത് ഒരേ തട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. രണ്ട് തട്ടിൽ എന്നുള്ളത് നിങ്ങളുടെ ഭാവന സൃഷ്ടിയാണ്. ഒരേ അഭിപ്രായമാണ് കാര്യത്തിലുള്ളത്. ഒന്ന്, ജനങ്ങൾ അറിയാതെ, ഗവൺമെൻറ് അറിയാതെ ഏതോ ഒരു തലത്തിൽ രൂപം കൊണ്ട ഒരാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെയർ വിൽപ്പന നടന്നിട്ടുള്ളത്. ഷെയർ വിൽപ്പനയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. 49% ഷെയർ ഒരു വിദേശ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറിയാൽ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികളും വിദേശ കോർപ്പറേറ്റ് ശക്തിയുടെ കയ്യിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നില്ല. ഒരു വ്യക്തത ഉണ്ടാക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അറിവുണ്ടായിരുന്നു, UDF-ൻ്റെ അറിവുണ്ടായിരുന്നു. ഇല്ല എന്ന് മാത്രമല്ല, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ ബാബു, കഴിഞ്ഞ ദിവസം തന്നെ കെ രാഗേഷിൻ്റെ ഈ വാക്കുകൾ വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടകംപള്ളി പറയുന്നത് നേരത്തെ മാറ്റാൻ ധാരണ ഉണ്ടായിരുന്നുണ്ട്. PK ശ്രീമതി പറയുന്നത് വ്യക്തത വരുത്തണം കെ രാഗേഷിൻ്റെ വാക്കുകളിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം വരെ നിലപാട് വ്യക്തമാക്കുമ്പോഴേക്കും ഭിന്നത പരസ്യമായി മാറുന്ന കാഴ്ചയല്ലേ കാണുന്നത്? CPM-ലെ ഭിന്നത ഏറെക്കുറെ പരസ്യമായി തന്നെ പുറത്തു വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, ഇവർ മൂന്ന് പേരും ഒരഭിപ്രായം പറയുമ്പോൾ ഇവരുടെ അഭിപ്രായത്തെ ഏറെക്കുറെ തള്ളുന്ന രീതിയിൽ പരോക്ഷമായി, പ്രത്യക്ഷമായിട്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പ്രതികരണമാണ്. അത്തരമൊരു പ്രതികരണം വരുന്നത് തന്നെ ബോധപൂർവമാണ് എന്ന് കണക്കാക്കണം. EP ജയരാജനാണ് ഇതിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞത്. താൻ അഴിമതി ആരോപണം ഒന്നും ഉന്നയിച്ചിട്ടില്ല. അഴിമതി ആരോപണം കെ രാഗേഷ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കാരണം കെ രാഗേഷും കെ രാഗേഷിൻ്റെ ആരോപണത്തെ അംഗീകരിച്ച പിണറായി വിജയൻ്റെ നിലപാടല്ല തനിക്ക് എന്ന് EP ജയരാജൻ വ്യക്തമാക്കുന്നു. ഇനി PK ശ്രീമതിയുടെ വിഷയമെടുത്താൽ PK ശ്രീമതിയും ഇതേ വിഷയത്തിൽ സമാനമായ പ്രതികരണമാണ് നടത്തുന്നത്. ഈ ദിവ്യ എസ് അയ്യർ സത്യസന്ധമായ ഉദ്യോഗസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അക്കാര്യത്തിൽ അവരെ മാറ്റിയതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ, അത് അദാനിക്ക് വേണ്ടിയാണ് മാറ്റിയത് എന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ തയ്യാറായിരുന്നില്ല. കെ ശൈലജയും ഇന്നലെ പറഞ്ഞത് അങ്ങനെയാണ്. സർക്കാർ മാറുമ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥരുള്ളത്. അത്തരം ഏത് സർക്കാർ വന്നാലും അവരുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഈ ദിവ്യ എസ് അയ്യർ എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നാണ് അത് വിവാദമായതോടുകൂടിയാണ് കെ ശൈലജയുടെ വാക്കുകൾ അത് പിണറായി വിജയൻ്റെ വാക്കുകൾക്കെതിരാണ്, അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ വാക്കുകൾക്കെതിരാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടുകൂടിയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല, ഇത് ഉദ്യോഗസ്ഥരുടെ പൊതുവായ രീതിയിലുള്ള സ്ഥലമാറ്റത്തെക്കുറിച്ചാണ് താൻ പ്രതികരിച്ചത് എന്ന മട്ടിലായിരുന്നു ഇന്ന് അവർ പ്രതികരണം നടത്തിയത്. എന്തായാലും PK ശ്രീമതി ആയാലും കെ ശൈലജ ആയാലും EP ജയരാജൻ, മൂന്ന് പേരും ഒരാൾ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് EP ജയരാജൻ. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് കെ ശൈലജയും PK ശ്രീമതിയും. ഇവരെല്ലാം പൂർണ്ണമായും MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും കെ രാഗേഷിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചെന്നുള്ള അഭിപ്രായങ്ങളല്ല പറയുന്നത്. എന്നാൽ വേണമെങ്കിൽ അങ്ങനെ പരസ്യമായി തങ്ങൾ എതിർക്കുന്നില്ല എന്നതുകൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. ഇത് CPM-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കണ്ണൂരിലെ നേതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ പരോക്ഷമായ വ്യാഖ്യാനങ്ങൾ പോലും ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത. അങ്ങനെ ഉള്ള നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന അഭിപ്രായങ്ങൾ ബോധപൂർവ്വം പറയുന്നത്. ഇവരാരും അറിയാതെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു പോകുന്ന അഭിപ്രായങ്ങളല്ല. ഇത്തരമൊരു അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഈ തരത്തിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ വരുമെന്നും പാർട്ടിയിൽ ഭിന്നത എന്ന ചർച്ചയൊക്കെ പുറത്ത് വരുമെന്നും അറിയാത്ത നേതാക്കളല്ല EP ജയരാജനായാലും PK ശ്രീമതി ആയാലും കെ ശൈലജയായാലും. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അവർക്ക് പുറത്ത് വരണം എന്ന് ഇവർ കൂടി ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഇത് AK ബാലനാണ് വന്ന ഒരു ന്യായീകരണം. സ്ഥിരമായി ഇത്തരം വിഷയങ്ങളൊക്കെ പണ്ട് സർക്കാരിൻ്റെ ഉണ്ടായിരുന്ന കാലത്തും ഇപ്പോഴുമൊക്കെ ന്യായീകരണങ്ങൾ പറയുന്ന ഒരാളാണ് AK ബാലൻ. അദ്ദേഹം വന്ന് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന വാക്കുകളെ എന്തുകൊണ്ട് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല എന്നതിന് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകാനോ
പറയാനോ AK ബാലൻ തയ്യാറാവുന്നില്ല. എന്തായാലും പാർട്ടിക്കുള്ളിൽ അതിശക്തമായ രീതിയിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വിഴിഞ്ഞ വിഷയത്തിലായാലും ദിവ്യാസ് അയ്യരെ മാറ്റിയ വിഷയത്തിലായാലും എല്ലാം ഉണ്ട് എന്ന് വെളിവാക്കുന്നത് തന്നെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഈ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്ന അഭിപ്രായ പ്രകടനം. KK രാഗേഷിനെ തള്ളുകയും ചെയ്യുകയാണ് CPM സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെ PK ശ്രീമതിയുടെ വാക്കുകളിൽ നിന്ന്. എന്നാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നാണ് AK ബാലന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.